ഹലോ. ആ, ഇത് ഞാനാണേ. ബോസല്ല അവിടെ? ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ. എന്തു പറഞ്ഞു? മൂപ്പര് അവിടെ ഉണ്ട്. ഷംസു ചെന്നോളാൻ പറഞ്ഞു. ഷംസു എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഷംസു പറഞ്ഞ എന്തായാലും നടക്കും. ഷംസു നമ്മുടെ ആളല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ആ സംഘടനക്കാർ വരുന്നുണ്ട്. ഒന്നും കൊടുക്കരുത്, എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കണം. ഇല്ല, എന്തായാലും പിരിവ് കൊടുക്കൂല. എല്ലാ ആഴ്ചയും പരിപാടി. ഇതെങ്ങനെ ശരിയാകും? അവരെത്തി. ആ വരി, ബോസ് ഇവിടെ ഉണ്ട്. ആ, എല്ലാരും ഉണ്ടല്ലോ. വരണം, ഇരിക്കണം. ഞങ്ങൾ വന്ന കാര്യം അറിയാലോ. ഞങ്ങളെ സംഘടനയുടെ 10ാം വാർഷികമാണ്. എല്ലാം ഗംഭീര പരിപാടികളാണ്. നാട്ടിൽ നിന്നും സെലിബ്രിറ്റികളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ 3 മാസം മുമ്പ് ഒരു പരിപാടി നടത്തിയില്ലേ? അത് ഈ സംഘടനയല്ലേ? ഇതൊന്നുമല്ല. അത് ഞങ്ങളുടെ സ്ത്രീ സംഘടന. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാവർക്കും സാംസ്കാരിക സംഘടനകളും പ്രാദേശിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്. ഓരോരുത്തർക്കും 2-3 സംഘടനകൾ. പക്ഷേ പിരിവ് കൊടുക്കാൻ നമ്മൾ കുറച്ചു പേര് മാത്രം. ഇവിടെ ഇരിക്കുന്നതിൽ പലരും വലിയ ബിസിനസ്സുകാരും ഉന്നത ജോലിക്കാരുമാണ്. ഈ പിരിവെടുപ്പല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും സ്പോൺസർ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനമല്ലേ? എന്ത് സാമൂഹ്യ പ്രവർത്തനം? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എൻ്റെ ബിസിനസ് ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രവാസികളുടെ പ്രോഗ്രാമിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. നിങ്ങൾ ആരെങ്കിലും ഒരു ബിസിനസ് പിടിച്ചു തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇനി സ്പോൺസർഷിപ്പ് കൊടുക്കണ്ടെന്നാണ് തീരുമാനം. അങ്ങനെ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. താങ്കൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ? അത് ശരിയാണ്. നിങ്ങൾ ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനായിട്ട് പലർക്കും നിങ്ങളെ അറിയില്ലല്ലോ. ഇങ്ങനെയുള്ള പരിപാടി സ്റ്റേജിൽ കയറിയാൽ മാത്രമേ ജനം അറിയൂ. അതാണ് ഒരു അന്തസ്. സാറിന് എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. ഇത്രയും ഉയരങ്ങളിലെത്തിയ മലയാളികൾ പൊതുവെ കുറവാണ്. മറ്റുള്ള എല്ലാ ബിസിനസ്സുകാരും മുൻപന്തിയിലുണ്ട്. സ്റ്റാറ്റസ് ആണല്ലോ വലുത്. ഈ പരിപാടിയൊന്നും ഇല്ലാതെ എങ്ങനെ സാറേ സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാക്കുന്നത്? സാറ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ പറയുന്നത് സ്പോൺസർമാരുടെ ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും സ്ത്രീകളെയും കൂട്ടി വന്ന് നിർബന്ധിക്കുമ്പോൾ എങ്ങനെ നോ പറയും? അല്ലേ ഷംസു? അതെ. നമുക്ക് വേണ്ടത് ചെയ്യാം. ഞാൻ അക്കൗണ്ട്സിൽ പറയാം. എന്നാൽ ഓക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആളൊരു പൊങ്ങനാണ്. ഒന്ന് കയറ്റി കൊടുത്താൽ മതി, കാര്യം നടക്കും. അത് ശരിയാണ്. ഷംസു എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി മറ്റ് സ്പോൺസർമാരെ എങ്ങനെ തള്ളിയിടുമോ എന്തോ. അതൊക്കെ അപ്പോഴല്ലേ നമുക്കത് മാനേജ് ചെയ്യാമെന്നേ. കാര്യം കാണാൻ കഴുതക്കാരും പിടിക്കണം. ബോസ് പറഞ്ഞില്ലേ ഒന്നും കൊടുക്കില്ലാന്ന്. പിന്നെ തീരുമാനമാക്കിയത് ശരിയായില്ല. ഇടൂ, അവർ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഞാൻ ഈ വലിയ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ കരുതുന്നത് അറബി വീട്ടിലെ ഡ്രൈവറാണെന്ന്. നമ്മളെ 10 പേര് അറിയണ്ടേ? എന്നാലല്ലേ ഒരു ഇതുള്ളൂ. അത് ശരിയാണ്. നമ്മൾ ചോദിച്ചാൽ ഒരു റിയാലിറ്റി തരത്തില്ല. പൊങ്ങച്ചം കാണിക്കാൻ എന്തും ചെയ്യും പ്രാഞ്ചിയേട്ടൻ. Together, let's unlock new possibilities and connect worlds. FSC Logistics.